ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പുതിയ ടോപ്പിക്ക് ക്രൗൺ ഈതേഴ്സ് ആണ്. നിങ്ങൾക്ക് ക്രൗണിൻ്റെ ഒരു ക്രൗൺ പോലെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൗൺ ലൈക്ക് സ്ട്രക്ചറുള്ള ചില കോമ്പൗണ്ട്സ് കെമിസ്ട്രിയിൽ നമ്മൾ പരിചയപ്പെടുകയാണ്. നമുക്കറിയാം ഈതർ എന്ന് പറഞ്ഞാൽ ദ സിംപ്ലസ്റ്റ് ഈതർ എന്ന് പറയുന്നത് CH3OCH3, ദാറ്റ് ഈസ് കോൾഡ് ഡൈമീഥൈൽ ഈതർ. ഇപ്പോൾ ജനറലി ഒരു ആൽക്കൈൽ റാഡിക്കൽ മറ്റൊരു ആൽക്കൈൽ റാഡിക്കലുമായിട്ട് ഒരു ഓക്സിജൻ ലിങ്കേജിലൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈതേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഈതർ ബോണ്ടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഇവിടെ നമ്മൾ പറയുന്ന സ്പെഷ്യൽ ഈതേഴ്സ് എന്ന് പറയുന്നത് ഈ ഈതർ ലൈക്ക് ലിങ്കേജ് ഉണ്ട്, പക്ഷെ ആക്ച്വലി അത് എത്തിലീൻ ഓക്സൈഡ് ലിങ്കേജാണ്. CH2 ഇതാണ് ഒരു എത്തിലീൻ്റെ ഒരു സ്കെലിറ്റൽ സ്ട്രക്ചർ. ഇവിടെ ബോണ്ടുകൾ വരും. അപ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ, ഈ സൈഡിലും ഒരു ഓക്സിജൻ, പിന്നെ അത് വീണ്ടും CH2 ആയിട്ട് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ വീണ്ടും എത്തിലീനിക് ലിങ്കേജ് കണ്ടിന്യൂ ചെയ്ത് വരും CH2. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ലോങ് ചെയിൻസ് കോയിൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു ക്ലോസ് ചെയ്തിട്ട് റിംഗ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. അതിൻ്റെ അപ്പിയറൻസ് ക്രൗൺ പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ക്രൗൺ ഈതേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ക്രൗൺ ഈതേഴ്സ് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാൻ പോകണം. സിംപ്ലസ്റ്റ്, ഇതിൽ ഏറ്റവും ചെറിയ ക്രൗൺ എന്ന് പറയുന്നത് ഒരു 12 ആറ്റമെങ്കിലും ചേർന്നാലേ ഇതുപോലൊരു റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഇവിടെ നമ്പർ ചെയ്തിട്ടുണ്ട് ആറ്റം ഇൻ ദ റിംഗ് 1 മുതൽ 12 വരെ. ഇപ്പം മൊത്തത്തിൽ റിങ്ങിനകത്ത് 12 ആറ്റം ഉണ്ട്. അതിൽ 4 ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ്റെ ഇടയ്ക്ക് നമുക്ക് CH2, ഈ കോർണേഴ്സ് കാണിക്കുന്നത് ഒരു CH2 ഗ്രൂപ്പിനെയാണ്. അപ്പോൾ CH2 ബോണ്ട് ടു 2 ഓക്സിജൻ, പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഇവിടെ 12 ആറ്റം ടോട്ടലി, അത് 12 എന്ന് എഴുതും. പിന്നെ ഒരു ക്രൗണാണ്, ആ ക്രൗണിൽ 4 ഓക്സിജൻ ആറ്റംസ്. അതുകൊണ്ട് ഇതൊരു 12 ക്രൗൺ 4 ഈതർ എന്ന് പറയും. മറ്റൊന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 18 ക്രൗൺ 6 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ 18 ആറ്റംസിൻ്റെ റിങ് കാണും. അതിൽ 6 ഓക്സിജൻ ആറ്റം കാണും. ഇനി മറ്റൊരു ക്രൗണിനെയും കൂടെ നമുക്ക് പരിചയപ്പെടാം. ഇതൊരു 15 ക്രൗൺ 5 ആണ്. ഇവിടെ അതുപോലെ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 ഇങ്ങനെ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റിംഗ് ആറ്റംസ് 15ഉം 5 ഓക്സിജൻ ആറ്റംസും കാണും. ഇപ്പോൾ ഈ ആദ്യത്തെ പിക്ചറിൽ നിങ്ങൾ കണ്ടിരുന്നു, ഇവിടെ ചില മെറ്റൽ അയോൺസിനെ എഴുതിയിട്ടുണ്ട്, ലിത്തിയം പ്ലസ് പൊട്ടാസ്യം പ്ലസ് ഇങ്ങനെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള അയോൺസ്, മെറ്റൽ അയോൺസ് ഈ ക്രൗണിനകത്ത്, ഈ ക്രൗണിൻ്റെ ക്യാവിറ്റിയിൽ സ്യൂട്ടബിൾ സൈസായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റൽ അയോൺസിനെ ഇത് ഹോൾഡ് ചെയ്യും. അപ്പം ഇവിടെ ക്രൗണ് ഒരു ഹോസ്റ്റായിട്ടും മെറ്റൽ ആറ്റം ഒരു ഗസ്റ്റായിട്ടുമാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഹോസ്റ്റ് ഗസ്റ്റ് റിലേഷൻഷിപ്പ്, ആവശ്യമുള്ളപ്പം വന്നിരിക്കാം, ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകാം. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ട് ക്രൗൺ ഈതേഴ്സിന് ഇതുപോലെ അയോൺസിനെ സെലക്ട് ചെയ്യാൻ, സെലക്റ്റീവ് അബ്സോർപ്ഷൻ, ഒരു സെലക്റ്റീവ് ബൈൻഡിങ്, അതുമായിട്ട് ഇപ്പം ഒരു മിക്സറിൽ പല മെറ്റൽ അയോൺസ് ഉണ്ടെങ്കിൽ ഏത് മെറ്റലാണോ ആ മെറ്റലിൻ്റെ സൈസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ക്രൗൺ ഈതർ സെലക്ട് ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ മെറ്റലിനെ മാത്രം അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സിന്തറ്റിക് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സൂപ്രാമോളിക്കുലർ കെമിസ്ട്രിയിലും ഈ ക്രൗൺ ഈതേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ അതിൻ്റെ ചില ഉപയോഗങ്ങളാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് അയോൺ സെപ്പറേഷൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫിക്കേഷൻ, വാട്ടറിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള അയോൺസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്യൂട്ടബിൾ ക്രൗൺസിനെ ഉപയോഗിക്കാം. ദെൻ സ്റ്റഡി ഓഫ് കോംപ്ലക്സ് സ്റ്റഡിയിലും ഇത് ഉപയോഗപ്പെടുത്താം. പിന്നെ ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസ് ആണ്. അപ്പോൾ ഇവിടെ ചില അയോൺസിനെ നമുക്ക് ക്രൗണിലേക്ക് മാറ്റിയിട്ട് അത് ആവശ്യമുള്ളപ്പോൾ കൊടുക്കാം. അങ്ങനെ കാറ്റലിറ്റിക് പ്രോസസ്സിൽ ട്രേസ് എമൗണ്ട്സ് മതിയല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ക്രൗൺ ഈതേഴ്സ് ഉപയോഗിക്കാം. അടുത്തായിട്ട് മോളിക്കുലർ റെക്കഗ്നീഷനാണ് പറയുന്നത്. അതായത് പുതിയ മോളിക്യൂൾസ് അല്ലെങ്കിൽ സിന്തറ്റിക് പ്രോസസ്സിൽ പുതിയ മോളിക്യൂൾസ് അയോൺസൊക്കെ ഉണ്ടാകുമ്പം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും
നമുക്ക് ഈ ക്രൗൺ ഈതേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ക്രൗൺ ഈതേഴ്സിൻ്റെ കണ്ടുപിടുത്തം അതാണ് ശരിക്കും ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് 1987 നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ലഭിച്ചത് ചാൾസ് പെഡേഴ്സൺ, ഡൊണാൾഡ് ജെ ക്രാം, അതുപോലെ തന്നെ ജീൻ മേരി ലെൻ, ഈ 3 സയൻറ്റിസ്റ്റുകൾക്കാണ്. അവർ ക്രൗൺ ഈതേഴ്സിൽ നൽകിയ കോൺട്രിബ്യൂഷനാണ് അവർക്ക് ഈ അവാർഡ് കിട്ടിയത്. എന്തുകൊണ്ടാണ് ഇവർ ഇതിനെ ക്രൗൺ ഈതേഴ്സ് എന്ന് പേരിട്ടതെന്ന് പറഞ്ഞാൽ അവർ കണ്ട ചില ക്രൗണുകൾ, അതായത് ചില മെറ്റൽ ആറ്റംസിൻ്റെ തലയിലൊരു കിരീടം വച്ചതുപോലെയാണ് ഈ ക്രൗൺ ഈതേഴ്സ് അവരുടെ സ്ട്രക്ചർ സ്റ്റഡിയിൽ അതിന് മനസ്സിലായത്. അതുകൊണ്ട് they named these type of compounds as crown ethers. Okay, thank you.